ശിവരാത്രിയാണ്. കുറെ പേരിനോട് ചേച്ചി അങ്ങനെ സെറ്റ് മുണ്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ചിലർ 10-25 പിന്നൊക്കെ വെച്ചിട്ടാണ് സെറ്റ് മുണ്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇത് ഇവിടെ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് എടുക്കും. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് നടക്കാൻ പറ്റാതെ വരുന്നത്. ഒരു മിസ്മാച്ച് പോലെ ഫീൽ ചെയ്ത് കുറച്ച് വീതിക്ക് എടുത്തിട്ടാൽ നല്ല ഭംഗിയാവും. എങ്ങനെയാണ് ഈസി ആയിട്ട് സെറ്റ് മുണ്ട് കൊടുക്കാൻ പറ്റുകയാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അതും കൂടെ ആഡ് ചെയ്യാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു ശിവൻ കോവിൽ ഉണ്ടാക്കിയത് സുബ്രഹ്മണ്യൻ്റെ അമ്പലമാണ്. പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നത് ശിവൻ കോവിലെന്നാണ്. അവിടുത്തെ ശിവനാണ് പ്രസിദ്ധി കൂടുതൽ. അപ്പം അവിടെ പോകാമെന്ന് വെച്ചു. അപ്പം അവിടെ എന്തോ ഒരു സ്പെഷ്യൽ അഗ്നിക്കാവടിയാണ്. അപ്പം ഞാനിതൊരു അഗ്നിക്കാവടി കണ്ടിട്ടില്ല. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. ഷൂട്ട് ചെയ്യാനും പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത്ര ക്രൗഡാണെന്ന്. ഇപ്പം അമ്മയും അച്ഛനും പോയിട്ട് വന്നിട്ട് അവർ തന്നെ പറഞ്ഞു അവർക്ക് വണ്ടി പോലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അവിടെ എവിടെയോ മാറിയിട്ടിട്ട് നടന്നാണ് പോയത്. നടന്നത് ഭഗവാനെ പോലും എന്തോ ഒന്ന് കണ്ടെന്നേ പറഞ്ഞു. കാരണം അത്ര ക്രൗഡാണ്. ഇപ്പം സായി അവിടെ ഉണ്ട്. അവനും പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല എന്ന് അവൻ പറഞ്ഞു. അതുപോലെ ആളാണ്. അപ്പം എന്തായാലും വിൽ ട്രൈ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറേ പേരിനോട് ചേച്ചി അങ്ങനെ സെറ്റ് മുണ്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോയിൽ അതും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഈസി ആയിട്ട് സെറ്റ് മുണ്ട് കൊടുക്കാൻ പറ്റുകയാണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കെന്താ റെഡി ആയാലോ? ഒന്ന് തേച്ചെടുക്കട്ടെ. കാരണം ഞാനിതെല്ലാം ഈ ഷിഫ്റ്റ് ഇങ്ങോട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ബാക്കിലോട്ട്. കാരണം ഞങ്ങൾ ഡ്രസ്സെല്ലാം കൊണ്ട് തൽക്കാലം ഈ പുറത്തേക്കൊരു ചെറിയൊരു ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ചെറിയ ചായ്പ് പോലെ ഞങ്ങൾ ഫ്ലോറൊക്കെ ചെയ്തു. പക്ഷേ ഇങ്ങനെ ഈ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തു. തേക്കാനുള്ള സെറ്റപ്പ്, പിന്നെ അത്യാവശ്യം നമ്മൾ അൽമിര ഒന്നും സെറ്റ് ചെയ്തില്ല. എല്ലാം കൊണ്ട് ഇവിടെ ഡംപ് ചെയ്തേക്കാണ്. അത് കാരണം സെറ്റും മുണ്ടൊക്കെ ഞാൻ പലയിടത്തൊന്ന് പെറുക്കി എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കാം. ഈ സെറ്റ് എയർ ഹാൻഡ്ലൂംസിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഞാൻ ടൗർണമെന്റുകളിൽ ഏതോ ഒരു സ്ത്രീ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ക്ലിയർ സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിന് മുമ്പും ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഫസ്റ്റ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച സമയത്തുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ സ്കിന്നിന് ഭയങ്കര ഡിഫറൻസ് ഇപ്പം ഉണ്ട്. എൻ്റെ ഇഷ്യൂസ് എന്താണോ ആ ഇഷ്യൂസിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് പെട്ടെന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരുമായിരുന്നു. കാരണം ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പിമ്പിൾസ് വരും. പക്ഷേ ഇപ്പം അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പിമ്പിൾസ് വരുന്നതൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ഉത്തരം കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഫേസിൻ്റെയും സൈഡ് ഫേസിൻ്റെയും ഒരു ഫോട്ടോസ് നമുക്ക് അതിൽ തന്നെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മുടെ സ്കിൻ ഇഷ്യൂസിന് ഏതാണോ, സ്കിൻ മാത്രമല്ല ഹെയറിൻ്റെ അവൈലബിൾ ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിൽ തന്നെ നമുക്ക് സ്കിന്നാണോ ഹെയർ ആണോ വേണ്ടതെന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ കൺസേൺസിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. അതും ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ നമുക്ക് ഇപ്പം സാധാരണ നമ്മളൊരു സ്കിൻ കെയർ ഡോക്ടറിനെ പോയി കാണുകയാണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം കൺസൾട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ പൈസ നമുക്ക് കൺസൾട്ടേഷൻ ഫീ കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ ഈ പ്രോഡക്ട്സിനും കൺസൾട്ടേഷൻ ഫീസിനും എല്ലാത്തിനും കൂടെ എനിക്ക് ഏകദേശം 1000 സംതിങ്ങേ ആയിട്ടുള്ളൂ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഓരോ 20 ഡേയ്സിലും നമുക്ക് ഡോക്ടർ നമ്മളെ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഇതിനകത്ത് എടുക്കും. നമ്മൾ മറന്നുപോയാലും ആപ്പിൽ കറക്റ്റായിട്ട് ഡോക്ടേഴ്സ് നമ്മളെ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡോക്ടേഴ്സിന് മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ കൺസൾട്ടേഷൻസ് എല്ലാം തന്നെ 100% ഫ്രീയും ആണ്. അപ്പം നമുക്ക് ബാക്കി ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി മറ്റൊരു ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യുമ്പോൾ അവിടെ കൺസൾട്ടേഷൻ ഫീ നമുക്ക് വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഒരു ഫേസ് വാഷ് ഉണ്ട്. ഇതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ് ക്ലിയർ സ്കിന്നിന്റെ സൂത്തിങ് ഹൈഡ്രാ ജെൽ. നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ട് വെക്കും. അതുപോലെ ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഹൈഡ്രേഷൻ ആണ് എനിക്ക് മുഖത്ത് തരുന്നത്. ഇനി ഒരു സെറാമിക് കെയർ ക്രീം ഉണ്ട്. ഇത് മോയ്സ്ചറൈസർ ആണ്.
പിന്നെ ഈ ഒരു ക്ലിയർ സ്കിന്നിൻ്റെ മൾട്ടി ആക്റ്റീവ് കറക്റ്ററാണ്. ഇത് രണ്ടും എനിക്ക് നൈറ്റിലേക്കുള്ളതാണ്. ഇത് രണ്ടും മോർണിംഗിലാണ്. മോർണിംഗിന് ശേഷം ഞാനിപ്പം ഇതും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് നല്ല ഹൈഡ്രേഷൻ തരുന്നതുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്കിൻ കൺസേൺ അനുസരിച്ച് എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ്. അപ്പോൾ എല്ലാവരും ക്യൂർ സ്കിന്നിൻ്റെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൗരി 100 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 100 rupees ഡിസ്കൗണ്ട് കിട്ടും. ഫസ്റ്റ് നമുക്ക് മുണ്ടൊടുക്കാം. മുണ്ടൊടുക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു കര കറക്റ്റ് കിട്ടാനായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് എടുക്കും. അങ്ങനെ ഉടുക്കുമ്പോഴാണ് നമുക്ക് നടക്കാൻ പറ്റാതെ വരുന്നത്. എന്നോട് കുറേ പേര്, ഈവൻ എൻ്റെ ഫ്രണ്ട്സ് വെച്ചിട്ട് സെറ്റ് മുണ്ട് കൊടുത്താൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്നതാണ്. നടക്കാൻ പറ്റും. നമ്മൾ സാരി ഉടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തിരികെ വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ തിരികെ പോകണം. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തില്ല. ഇങ്ങനെ സാരി ഉടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ തിരികെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിതിങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് സെൻറ്ററിൽ വേണോ അതോ സൈഡിൽ വേണോ എന്നുള്ളത് അതിനനുസരിച്ച് ഇത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്യാം. ഇനി ഇത് നമുക്കിപ്പം ഇങ്ങനെ മതി. അതല്ല നമ്മൾ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അയൺ ചെയ്താൽ തന്നെ അവിടെ ഇരുന്നോളും. ഇല്ലെങ്കിൽ ജസ്റ്റ് അങ്ങേ അറ്റം പോയി കുത്താതെ കുറച്ച് മേളിലായിട്ട് ഒരു പിന്നെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി, അവിടെ ഇരുന്നോ. ഇങ്ങനെ ഉടുക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഈ ഒരു കര നന്നായിട്ട് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ വലിച്ച് ഉടുക്കുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റാതെ കാലം ഇത്രയും വരെ പോകും. ഇനി നമുക്ക് നേരി കൊടുക്കാം. ഈ നേരി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തലേദിവസം എടുത്ത് വെച്ചാൽ അത്രയും കൂടി നമുക്ക് ഫാസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ തലേദിവസം ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഉടുത്ത് കഴിഞ്ഞാൽ ടക്ക് 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 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 minutes തീരാവുന്ന കാര്യമുള്ളൂ. അതല്ല പെട്ടെന്നാണ് നമ്മൾ ഡിസിഷൻ എടുത്തെങ്കിൽ നമ്മൾ സാരിയുടെ ലോറി കൊടുക്കുന്ന പോലെ ചെറിയ പ്ലീറ്റ്സ് എടുക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ, അതല്ല വലുതാണെങ്കിൽ അങ്ങനെ എടുത്തോ. ഞാനൊരു മീഡിയം ടൈപ്പാണ് എപ്പോഴും എടുക്കുന്നത്. കുറച്ച് നല്ല മെലിഞ്ഞ ശരീരമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് നല്ലതാവും. കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർ അധികം എനിക്കങ്ങനെ ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നതിനോട് ആയിട്ടുള്ള ചെറിയൊരു മിസ്മാച്ച് പോലെ ഫീൽ ചെയ്ത് കുറച്ച് വീതിക്ക് എടുത്തിട്ടാൽ നല്ല ഭംഗിയാവും. ഞാനിങ്ങനെ കുറേശ്ശെ ആയിട്ട് എടുത്തെടുത്താണ് പോകുന്നത്. അപ്പോൾ എനിക്കൊരു കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സാരിക്കും ഞാൻ ഇതുപോലെ തന്നെയാണ്, കുറേശ്ശെ ആയിട്ട് താഴേക്ക് എടുത്തെടുത്ത് പോകും. അത്യാവശ്യം നീളം നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ അധികം പിന്നെ ചിലർ 10-25 പിന്നൊക്കെ വെച്ചിട്ടാണ് സെറ്റ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇപ്പം മുണ്ടിൽ ഞാൻ ഒരു പിന്ന് പോലും കുത്തിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ട് ഇനി വേണമെങ്കിൽ ഈ പിന്ന് നമുക്ക് ഊരാം. ഇതിവിടെ ടക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് താഴോട്ട് കൊടുക്കാം.
ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു വലിയൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട്, കാരണം ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ അങ്ങ് കുത്തിയാൽ ഇവിടെ വാല കീഴിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ ആയിട്ടൊന്ന് ടക്ക് ചെയ്തു. പിന്നെ ഒരു പിന്നും കൂടെ ഉണ്ടെങ്കിൽ ഇനി ഇതിങ്ങനെ ഉടുത്ത് കഴിയുമ്പോൾ ഇതുമായിട്ട് ഒരഞ്ഞ് കുറച്ച് ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുളിഞ്ഞിരിക്കാൻ തോന്നിയാൽ ഈ ഒരു സാധനം ഇങ്ങോട്ട് വെച്ചിട്ട് അറിയാത്ത രീതിയിലൊരു പിന്നം കുത്തി വെച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ 3 പിന്നേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഹാർഡ്ലി 5 minutes അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലീറ്റ്സും കൂടി നമ്മളൊന്ന് തലേദിവസം വല്ല എടുത്ത് വെക്കുകയാണെങ്കിൽ അത്രയും കൂടി എടുക്കത്തില്ല. ജസ്റ്റ് ഈ ഒരു ഇത് മാത്രം നോക്കി മതി. കാരണം എല്ലാവരും അകത്തേക്ക് ഒരുപാട് ചുറ്റിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് എടുത്തു വയ്ക്കുക. അപ്പോഴാണ് ഈ നടക്കാൻ ഇങ്ങനെ നടക്കേണ്ട ഒരവസ്ഥ വരുന്നത്. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു കൊടുത്തോണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാനൊന്നും യാതൊരു എനിക്ക് ഒരു ഡിസ്കംഫർട്ടും ഫീൽ ചെയ്ത് എല്ലാവരും ഇത് സെറ്റ് മുമ്പ് കൊടുത്തിട്ട് എങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാം, നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ആപ്പാടെ ഇവിടെ പിന്നൂത്തിയിട്ടുണ്ട്, ഇവിടെ പിന്നൂത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഏരിയയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് അത് കുഴപ്പമില്ലായിരിക്കും. ചിലരിങ്ങനെ ഒരുപാട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതിൻ്റെ ആവശ്യത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഈ ബ്ലൗസും നമ്മുടെ ഈ ഒരു ഏരിയയുടെ അറ്റവും കൂടെ ചേർത്ത് അടികൂടെ ചെറിയ പിന്നുകൾ ചെറിയ കുത്തച്ചെടുത്താൽ അവിടെ ഇരുന്നോളും. അപ്പം നല്ല ഷേപ്പായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോയി നോക്കാം. ബാക്കി അവിടെ ചെന്നിട്ട് എടുക്കാനും ഇവിടെ എന്താവുന്നത്. കാരണം അമ്മ പറഞ്ഞ് നടക്കൂല, അങ്ങോട്ടേക്കേ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, ഇങ്ങനെ വലിയതല്ലേ. അപ്പോൾ എല്ലാവർക്കും